ഗൈസ്, ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു മാംഗ്ലൂർ സ്റ്റൈൽ പ്രോൺസ് കറി ആയാലോ. ഇനി നമുക്ക് അതിന് വേണ്ടുന്ന മസാലക്കൂട്ട് തയ്യാറാക്കാം. അതിനായിട്ട് ഇനി നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 10 വറ്റലമുളക്, ഒരു 20 to 25 കുരുമുളക്, കുറച്ച് ഉലുവ, വളരെ കുറച്ച് ഉലുവ എടുക്കാവൂ, അല്ലെങ്കിൽ കയ്പാവും കറിക്ക്, പിന്നെ കുറച്ച് മല്ലി. അത് ഞാൻ എൻ്റെ കൈയളവിൽ എടുത്തേക്കുന്നത് നിങ്ങൾക്ക് വിഷ്വലിൽ കാണാം. ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് ജസ്റ്റ് ഫ്രൈ ആക്കി എടുക്കുക. ഇനി ഞാനിവിടെ 10 ചെറിയ ഉള്ളി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനെ കൂടി ഒന്ന് സോട്ട് ചെയ്തെടുക്കേണ്ടതാണ്. അതിനുവേണ്ടി ഇതേ ചീനിച്ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ആ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉള്ളിയെ അതിലേക്കിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത ശേഷം ജസ്റ്റ് സോട്ട് ചെയ്തെടുക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ചെറിയ ഉള്ളി ആഡ് ചെയ്ത് അതിൻ്റെ ആ പച്ചമണം മാറുന്നതാണ് പരുവം. അരമുറി തേങ്ങ തിരുമിയതും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ഇനി നമുക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്. ഇത് 1 കിലോ പ്രോൺസിനുള്ള അളവാണ് പറയുന്നത്. ഇനി നമുക്ക് വേണ്ടത് 2 മീഡിയം സൈസ് സവാളയാണ്. അത് ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കടുക് പൊട്ടിച്ച ശേഷം സവാളയും കറിവേപ്പിലയും കൂടെ അതിലേക്കിട്ട് സോട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ മാത്രം സോട്ട് ചെയ്താൽ മതിയാകും. ഇനി നമുക്ക് അതിലേക്ക് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ആഡ് ചെയ്ത് സോട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ പ്രോൺസ് ആണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുക. ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മുടെ തക്കാളിക്കയാണ്. തക്കാളിക്കയും കൂടെ ആഡ് ചെയ്ത ശേഷം അത് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഒത്തിരി ബ്രൗൺ കളറൊന്നും ആകണ്ട. ഒരുപാട് ഫ്രൈ ആയി പോയാൽ കറിക്ക് മധുരമായി പോകും. ഇനി നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന 3 പീസ് കുടംപുളി കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന മസാലക്കൂട്ടും തേങ്ങയും മഞ്ഞളും കൂടി നന്നായി ഫൈനായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കും. ഇനി അതിൽ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് ഒരു 5 to 10 മിനിറ്റ്സ് ഇളക്കാനായിട്ടുള്ള ടൈം കൊടുക്കുക. കുറച്ച് എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഈ സ്റ്റെപ്പിൽ കുരുമുളക് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പ്രോൺസിനെ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാവുന്നതാണ്. പ്രോൺസിനധികം വേവില്ല, അതുകൊണ്ട് 10 to 15 മിനിറ്റ് ടൈം കൊടുത്താൽ മതിയാകും. ഒരു ചേഞ്ചൊക്കെ വേണ്ടേ, അതുകൊണ്ട് എന്നും ഉണ്ടാക്കുന്ന സ്റ്റൈലിൽ നിന്നൊന്ന് മാറ്റി പിടിച്ച് നോക്കിയതാണ്. എന്തായാലും ഒന്ന് നോക്കാം. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഏതാണ്ട് 10 മിനിറ്റായി. ഇനി അതിലേക്ക് നടുകെ കീറിയ 4 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് അടച്ചു വെക്കാവുന്നതാണ്. നമ്മുടെ മാംഗ്ലൂർ പ്രോൺസ് കറി റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരു വെറൈറ്റി ഒക്കെ വേണ്ടേ? എന്നിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ദെൻ ബൈ ബൈ.